ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചീരത്തോരനാണ് പരിചയപ്പെടുത്തുന്നത്. വേലിച്ചീര, മൈസൂർ ചീര, മധുരച്ചീര എന്നൊക്കെ ഇവിടങ്ങളിൽ പറയാറുണ്ട് ഈ ചീരയ്ക്ക്. അതിനായിട്ട് ചീര നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു വയ്ക്കണം. ഇത് ഈ സമയത്ത് നല്ല കേടൊന്നുമില്ലാതെ നന്നായിട്ടുണ്ടാകുന്ന ഒരു ചീരയാണ്. ഏറ്റവും ടേസ്റ്റുള്ള ഒരു ചീരത്തോരനാണെന്ന് പറയാം ഇത്. അതിൻ്റെ അരപ്പിലേക്ക് തേങ്ങ, നല്ല എരിവുള്ള മുളക്, ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങളൊന്ന് ഒതുക്കിയെടുത്ത് വയ്ക്കണം. പിന്നെ ഒരു കോഴിമുട്ട ഇതിലേക്ക് ഉടച്ച് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ എണ്ണ ചൂടായി കഴിയുമ്പം 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒതുക്കി വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൽ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചീര വെന്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ കാണുള്ളൂ, അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പേ ഞാൻ ചേർക്കുന്നുള്ളൂ. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചീര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ചീരയിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്, വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടെ തളിച്ച് കൊടുക്കാം, അത് അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാതെ നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചീര ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് തട്ടിപ്പൊത്തി അതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. മുട്ടയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുകയൊന്നുമില്ല, മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയുക പോലുമില്ല. പക്ഷേ ചേർത്താൽ ടേസ്റ്റ് ഇരട്ടിയാണ്. മുട്ടയും വെന്തിട്ടുണ്ട്. അതിൽ ചേർത്തിരിക്കുന്ന തേങ്ങ പോലെ അത് തോന്നുള്ളൂ, മുട്ടയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ചീരത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റ് ഏറിയതാണ്. കിട്ടുന്നവരൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വീഡിയോ കാണുന്നവരൊക്കെ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെയും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ആവശ്യമാണ് കേട്ടോ. അടുത്ത വീഡിയോയുമായി നാളെ കാണാം. താങ്ക് യു.